ഇന്ന് ചാനൽ 91 ന്യൂസ് ഒരു പ്രത്യേക വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സിബി തോമസ്. അദ്ദേഹം അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തനാണ്. സിബി തോമസിന് ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ കത്തോലിക്ക സഭ വളരെ പാരമ്പര്യമുള്ള വലിയ കെട്ടുറപ്പുള്ള ഒരു സഭയാണ്. മറ്റ് ക്രിസ്ത്യൻ സഭകളെ അപേക്ഷിച്ച് ഒരു പടി മുന്നിലായിരുന്നു കത്തോലിക്ക സഭ. പക്ഷെ ഇന്ന് ഒരു വിഭാഗം വിശ്വാസികളും പുരോഹിതന്മാരും പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങുന്ന എന്ന് പറഞ്ഞാൽ വത്തിക്കാനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആദരണീയനായ മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങളെ, സിനഡിന്റെ നിർദ്ദേശങ്ങളെ പോലും അവഗണിക്കുന്ന തരത്തിലേക്ക് ചില പ്രസ്താവനകളൊക്കെയായി, പ്രതിഷേധങ്ങളൊക്കെയായി തെരുവിൽ ഇറങ്ങുന്ന കാഴ്ച കാണും. എങ്ങനെ നോക്കിക്കാണുമോ ഇതിനെ? അപ്പോൾ കത്തോലിക്ക സഭ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആതുര സേവന രംഗത്താണെങ്കിലും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ്. അതിനെ നമ്മുടെ ഭരണാധികാരികൾ വരെ അത് അംഗീകരിച്ച് തന്നിട്ടുള്ള ഒരു കാര്യവുമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടുള്ള കുർബാന തർക്കം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ എന്താ പറയുക, കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് അരമനയിലുണ്ടായ, അതായത് എറണാകുളം ബിഷപ്പ് ഹൗസിനകത്തുണ്ടായ വളരെ ദാരുണമായ ഒരു സംഭവം, അത് കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിനേറ്റ ഒരു മുറിവാണ്. അവിടെ വൈദികർക്ക് നേരെ നടന്നിട്ടുള്ള പോലീസ് നടപടികൾ, ഇതൊക്കെ ഇങ്ങനെ, അതായത് നമ്മളൊരിക്കലും നമ്മുടെ കൺമുമ്പിൽ കാണണം എന്നാഗ്രഹിക്കാത്ത ഒരു കാഴ്ചയാണ് അന്ന് കത്തോലിക്ക വിശ്വാസികൾ കണ്ടിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തട്ടിൽ പിതാവ് വന്നു, അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ ജോസഫ് പാമ്പ്ലാനി പിതാവാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം ഇതുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ കത്തോലിക്ക സഭയിൽ 2 വിഭാഗങ്ങളായിട്ട് വേർതിരിയുന്ന ഒരു കാഴ്ച അന്നത്തെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അത് എങ്ങനെ ഇവർ 2ആയിട്ട് വേർതിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ തയ്യാറാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലഹരി ഉപയോഗം കൂടി വരികയാണ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചില പള്ളിമുറ്റങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കി. കാരണം എന്താ വെച്ചാൽ ആ പള്ളിമുറ്റങ്ങളൊക്കെ വളരെ കാലിയായ രീതിയിലാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ നേരത്തെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടാവും. അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് സ്കൂളുണ്ടാവും. അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ വൈദികന്റെ നേതൃത്വത്തിലൂടെ ഒന്നെങ്കിൽ വോളിബോൾ കളിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവിടുത്തെ ഗ്രൗണ്ടുകളെല്ലാം വിജനമാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ജനാഭിമുഖ കുർബാന വേണോ, സിനഡ് കുർബാന വേണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ അപ്പുറത്ത് ഈ സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വൈദികർ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുന്നത്. പക്ഷേ ഈ ജനാഭിമുഖ കുർബാനയും സിനഡ് കുർബാനയുമാണ് അവർക്ക് മുമ്പിലെ പ്രശ്നം എങ്കിൽ, ഞാൻ സിനഡ് കുർബാനയും കണ്ടിട്ടുണ്ട്, ജനാഭിമുഖ കുർബാനയും ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതായാലും ഒരു 5 മിനിറ്റ് സമയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം മാത്രമാണ് ഈ ജനാഭിമുഖമല്ലാതെ സിനഡ് കുർബാനയുള്ളത്. ബാക്കിയെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, അത് ഇരുപക്ഷത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന പക്ഷത്തിന്റെ കൈകളിലും അതോടൊപ്പം ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളുടെ കയ്യിലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ അജണ്ടയോ വെച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സംശയം? ഇതിനകത്ത് ഞാൻ ഒരു പ്രത്യേക അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില വ്യക്തികൾക്ക് ഉണ്ടാവും. പക്ഷെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് ഇതിനെ വീക്ഷിക്കുന്ന സമയത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ചില വ്യക്തികൾ, ഇപ്പോൾ ഈ ചർച്ച പല രീതിയിൽ, ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്കകത്ത് ചർച്ച, ഈ പാമ്പ്ലാനി പിതാവ് വന്നതിന് ശേഷം പല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഈ വിമതർന്നൊന്നും ഞാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാരണം ഞങ്ങൾക്ക് ഒരുപാട് സാരോപദേശങ്ങൾ നൽകിയിട്ടുള്ള വൈദികരൊക്കെ ഈ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില വ്യക്തികൾ അവരാണ് ഇതിനകത്തെ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. അത് ചില ആത്മായ നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ. സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഈ വൈദികർ എന്ന് പറയുന്നവർ എല്ലാവരും വളരെ ഒരു ലോല ഹൃദയരാണ്. എല്ലാ വൈദികരുടെയും കാര്യം ഞാൻ പറയാം, വളരെ ലോല ഹൃദയരാണ്. കാരണം ഈ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ
ഈ ഒരു വീട്ടിൽ ഒരു നേരത്തെ അരി മേടിക്കാൻ പണമില്ല എങ്കിൽ അവർ ഓടിച്ചെല്ലുന്നത് ഈ വൈദികന്റെ അടുത്തേക്കാണ്. അപ്പോൾ അവർ പണമൊക്കെ ആയിട്ട് നൽകാറുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ ഫീസ് അടയ്ക്കാനില്ലാത്ത അല്ലെങ്കിൽ കോളേജിൽ ഫീസ് അടയ്ക്കാനില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വൈദികരുടെ ഒക്കെ അടുത്തേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വൈദികർ ഒരു നിമിഷം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മാറാനായിട്ടുണ്ടായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു അജണ്ടയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയണം. അല്ലെങ്കിൽ ഇത്രയും ശക്തമാകില്ല. കാരണം ഇത് ഒന്നോ രണ്ടോ ആളുകളുടെ ഇടയിൽ നിന്നുണ്ടായ ഒരു ശബ്ദമല്ല, മറിച്ച് പെട്ടെന്ന് തന്നെ വലിയൊരു മാസ് ഗ്രൂപ്പാണ് രൂപപ്പെടുന്നത്. അപ്പൊ പെട്ടെന്ന് ഉണ്ടായ ഒരു വിഷയമെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു സർക്കാർ ഓഫീസോ സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ. കാരണം സഭയുടെ അരമനയിൽ പോയി പഠിച്ച് അച്ഛനായി കുപ്പായ വിട്ട് ഒരു ഇടവകയുടെ വികാരിയായിട്ട് വന്ന് അവിടുത്തെ ആ ഇടവകാംഗങ്ങൾ എല്ലാം കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ തലവനാണ് ഒരു വികാരി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ചിലപ്പോൾ ഒരു 500, 1000, 2000 കുടുംബങ്ങളുണ്ടാവും. അത്രയും കുടുംബങ്ങളുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ അന്യമതസ്ഥനാണെങ്കിൽ പോലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ പിള്ളേർ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചപ്പോൾ അമ്മ ഓടി അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛൻ വിളിപ്പിക്കും ഞങ്ങളെ, എന്താണ് അവിടെ ഞാൻ അത് കാണിച്ചത്, ഈ സ്കൂളിൽ പോയില്ലെന്ന്. അപ്പം അത്ര ഇടപെടില്ല. അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തെ മാത്രമല്ല, പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അവരുടെ വീടുകളിൽ ഇടപെടൽ നടത്തുകയും പൊതുസമൂഹത്തെ നല്ല രീതിയിൽ മുഖ്യധാരയിലേക്ക് നയിക്കാൻ വേണ്ടുന്ന വലിയൊരു ക്ലാസ്സുമായിരുന്നു എന്ന് തന്നെ പറയാം പള്ളികൾ. ഇതിനകത്ത് ഇപ്പോൾ ഈ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് എറണാകുളം അതിരൂപതയുടെ ചുമതല ഏറ്റെടുത്തതോടുകൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഒരു സമവായത്തിന്റെ പാതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു എന്താ പറയുക, സറണ്ടർ എന്ന പദം ഉപയോഗിച്ച് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ക്ഷമിക്കുക, സഹിക്കുക, ഒരുമയോടെ പോവുക എന്നുള്ളതാണ് കത്തോലിക്ക സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഈ യുവജന ഭക്ത സംഘടനകളുടെ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അതിലെ സംസ്ഥാന ദേശീയ നേതാക്കന്മാരൊക്കെ ആയിട്ടിരുന്ന ആളുകളോടൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഫോണിൽ സംസാരിച്ചു. പക്ഷെ അവർക്കൊക്കെ ഏറെ വേദനയോടുകൂടിയാണ് അവരിയ്ക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ ഇതിനകത്ത് ഇടപെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇടപെടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ശബ്ദമില്ലാതായി മാറിയിരിക്കുന്നു. കാരണം നമ്മളൊന്നും കണ്ടിരുന്ന വൈദികരോ സന്യസ്തരോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അവര് വേറെ ഏതോ ഒരു തലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമവായം എന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ചയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ വിഭൂതി ബുധനാണ്, ഞാൻ വരെ കുരിശ് വരച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നതോടുകൂടി അവിടെ ഒരു സമവായം രൂപപ്പെടും എന്നുള്ളതാണ് ശുഭപ്രതീക്ഷ. പക്ഷേ അപ്പോഴും ഈ ഒരു കാര്യം ഈ നമ്മുടെ കത്തോലിക്ക വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരമനയ്ക്കകത്ത് നടക്കുന്ന ചർച്ചകൾ എന്ത് എന്ന് അറിയാവുന്നത് 5 or 6 ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം അഭ്യൂഹങ്ങളാണ്. ഒരുപക്ഷെ സഭയ്ക്കകത്ത് വളരെ സമവായത്തോടു കൂടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് എങ്കിലും പുറത്തു വന്നതിന് ശേഷം പല വൈദികരും പറയുന്നത് അകത്ത് നമ്മളെ കേൾക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് നടന്ന ചർച്ച എന്താണോ അതാണ് പുറത്തു വന്ന് സംസാരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കരമായ ഒരു തീവ്ര നിലപാടോടുകൂടിയാണ് ഇരു കൂട്ടരും നിൽക്കുന്നത്. അതായത് വിശ്വാസികൾ നിൽക്കുന്നത്, ഇരുപക്ഷത്തും വിശ്വാസികളുണ്ട്. അപ്പോൾ ഇത് തീവ്രമായ ഒരു നിലപാടുകളോട് കൂടിയാണ്, പരസ്പരം തോറ്റുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇരുപക്ഷവും നിൽക്കുന്നത്. ഒരു അവകാശ സമരത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന തൊഴിലാളികളുടെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് പോയി. കാരണം ഞാൻ പറയട്ടെ, കാരണം എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള അമലാപുരം ഇടവകയിലെ ഒരു അച്ഛനാണ് രാജനച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരാമർശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെയാണ് പോലീസുകാര് ലോഹയൊക്കെ വലിച്ചു കീറി പുറത്തേക്ക് കാലിൽ പിടിച്ച് എടുത്തുകൊണ്ട് വരുന്ന ഒരു രംഗം ഞാൻ കണ്ടത്. പക്ഷെ ഇതൊന്നും സഹിക്കാനുള്ള ഒരു ശേഷി കത്തോലിക്ക വിശ്വാസികൾക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം പിന്നിൽ ആരായാലും അത്ര ഒരു സാഹചര്യത്തിൽ ഇതെ കൊണ്ടെത്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിലും ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിച്ചുകൊണ്ട് പ്രതിഷേധം നടത്താനൊന്നും നമ്മളിരിക്കും തയ്യാറാവരുത്. അത് ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം ഒരു 1000 or 2000 ആളുകൾ, അതായത് 500ഓളം ഇടവകകളുള്ള ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് വളരെ വലിയൊരു രൂപതയാണ്. അപ്പോൾ അത്രത്തോളം ഇടവകകളുള്ള ഒരു രൂപതയിലെ വികാരി അച്ഛൻ വിചാരിച്ചാൽ അവിടെ നിന്നൊരു 10 പേരെയൊക്കെ വെച്ച് ഒരു യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ജനക്കൂട്ടത്തിന് അപ്പുറത്ത് വീട്ടിലിരിക്കുന്ന
അതായത് വീട്ടിലിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇരുപക്ഷവും മനസ്സിലാക്കണം. അതെ, തീർച്ചയായും. കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് എല്ലാ വൈദികരും ബാധ്യസ്ഥരാണ്. വൈദികരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് സഭാ നേതൃത്വവും തയ്യാറാവണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈദികർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനായിട്ട് സഭാ നേതൃത്വം തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ സഭാ നേതൃത്വം അത് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് മുമ്പോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട വൈദികരും അതോടൊപ്പം തന്നെ ആത്മായ നേതാക്കന്മാരും തയ്യാറാവേണ്ടത് സമവായത്തിന് തന്നെയാണ്. കാരണം ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായി വരും. എന്നാൽ മാത്രമേ ഇവിടെ ഇതുപോലൊരു സംവിധാനമായതുകൊണ്ട്, അല്ലാതെ മറ്റൊരു സ്ഥാപനമോ മറ്റു തരത്തിലുള്ള വ്യവസായശാലയോ ഒന്നും അല്ല ഇത്. ഇതുപോലെ ആത്മീയതയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹത്തെ നല്ല നിലയിൽ ജീവിക്കാൻ ധാർമ്മികതയും ധർമ്മബോധവും, നേരത്തെ പറഞ്ഞല്ലോ അച്ചടക്കം, വിശ്വാസം എന്നൊക്കെ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ മുഖമുദ്ര, അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു നിയന്ത്രണം പാലിക്കാനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2011 കർദിനാൾ മാർ ആലഞ്ചേരി പിതാവ് കർദിനാളായത്. അദ്ദേഹം കർദിനാൾ ആയിട്ട് അന്ന് അഭിഷിക്തനായ ഒരു കാലഘട്ടം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഭരണകൂടത്തിന് പോലും വലിയൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ പൊളൈറ്റാണ്. അദ്ദേഹം കുറച്ചുകൂടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധവും മറ്റ് കോലാഹലങ്ങളും അദ്ദേഹത്തിന്റെ അവസാന രാജിയിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്ന സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലഞ്ചേരി പിതാവായിക്കോട്ടെ, തട്ടിൽ പിതാവായിക്കോട്ടെ, ഇപ്പോൾ ഉള്ള പാമ്പ്ളാരി പിതാവായിട്ടെ, ഇവരൊക്കെ ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, അതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്യമായിട്ട് ഭരണാധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇവർ. പക്ഷെ നമ്മുടെ വൈദികരും ആത്മാരും വിശ്വാസികളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുറത്തു കിടന്ന് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് ചില ആളുകളെ അവരുടെ വൈകാരികമായ വിഷയങ്ങളിലേക്ക് ഇവർ വിഴുങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവർ വിഴുങ്ങുകയാണ്, അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളനുസരിക്കുന്നില്ല. കാരണം ഇങ്ങനെ ആത്മായ നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും സമൂഹം വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഇവർ ഇങ്ങനെ വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. ഞാൻ ഇപ്പോഴും വീണ്ടും എടുത്തു പറയുന്നു, ഈ വൈദികരെല്ലാം വളരെ നിഷ്കളങ്കരായ ആളുകളാണ്. അവരെ ഇവിടേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു ശക്തി എന്റെ പിന്നിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇരുപക്ഷത്തുമുണ്ട്. കാരണം നമ്മളിപ്പോ എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള പല വൈദികരും, എനിക്ക് അടുത്തറിയാവുന്ന പല വൈദികരും ഒക്കെ ഇങ്ങനെ റോഡിന്റെ മധ്യത്തിലൊക്കെ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അവരെ പോലീസ് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു കത്തോലിക്ക വിശ്വാസി എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമം തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പാമ്പ്ളാരി പിതാവിനെ പോലെയുള്ള ഒരു പിതാവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സമവായത്തിന്റെ ആളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനും തയ്യാറായിട്ടുള്ള ഒരു പിതാവാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, ഇത് തീർച്ചയായിട്ടും ഇത് സമവായത്തിന്റെ പാതയിലൂടെ ഏതെങ്കിലും തരത്തിൽ കൂരിയ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് സഭയെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറിച്ച് പള്ളി പിടിക്കാനും അല്ലെങ്കിൽ പുതിയ സഭയുണ്ടാക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ വിവാദങ്ങളിലേക്കാണ്. ഈ ആത്മായ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ 10, 55, 60 വയസ്സായ ആളുകളാണ്. ഒരു കേസ് ആരംഭിച്ച് നമുക്കറിയാം, യാക്കോബ് സഭയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് വർഷങ്ങളായിട്ട് ചെറിയൊരു വിഷയത്തിൽ തുടങ്ങിയതാണ്. അവസാനം അത് എവിടെ എത്തി? ഇന്ന് യാക്കോബ വിശ്വാസികള് അവരുടെ മൃതദേഹം പോലും സംസ്കരിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തന്നെ തെറ്റായ സന്ദേശം നൽകും സമൂഹത്തിന്. പക്ഷെ എനിക്ക് തോന്നുന്നു, കാരണം ഈ കത്തോലിക്ക സഭ വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. കത്തോലിക്ക സഭ തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയ്ക്കകത്തൊക്കെ നേരത്തെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുൻപൊക്കെ കലോത്സവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതായത് ഭക്തസംഘടനകൾക്കും കലോത്സവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഫൊറോന തലത്തിലും രൂപതാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ കലോത്സവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ കലോത്സവങ്ങളുടെ മത്സരത്തിലൊക്കെ നമ്മുടെ യുവജനങ്ങൾ അന്ന് എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ ഇതൊക്കെ മാറിയപ്പോൾ ഇപ്പൊ കലോത്സവങ്ങളില്ല, ഇപ്പോൾ യുവജന ഭക്തസംഘടനകളുടെ പ്രവർത്തനം വളരെ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ ക്രിസ്ത്യൻ യുവാക്കളെ ലഹരിയിലേക്ക് കൂടെ തള്ളിവിടുന്നുള്ള കാര്യം സഭാ നേതൃത്വം മനസ്സിലാക്കണം. കാരണം അത് മറിച്ച് ഈ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാനാണ് സഭ പഠിപ്പിക്കുന്നതെങ്കിൽ, അതായത് ആരുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇരുപക്ഷത്തുള്ള ആളുകളാണെങ്കിലും തെരുവിലിറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല. പിന്നെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷമിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് അടിച്ചേൽപ്പിക്കാനായിട്ട് യേശുക്രിസ്തു ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സമവായത്തിന്റെ ഒരു സമയമാണ് ഇത് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും
സഭയിൽ സമാധാനം പുലരും. അതോടൊപ്പം തന്നെ ആ ഒരു പഴയകാല പ്രതാപത്തിലേക്ക് കത്തോലിക്ക സഭ തിരിച്ചു പോകും. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് കച്ചവട ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഞാൻ കാര്യം എനിക്ക് ഈ അടുത്ത ദിവസം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില കത്തോലിക്ക സഭയുടെ പല സ്കൂളുകളുടെയും ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും മേടിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തുന്ന പല നിയമനങ്ങളും വൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് നിയമനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് നിയമനങ്ങൾ കൊടുക്കുകയും എന്നാൽ സാധാരണക്കാരെ പിന്തുണയ്ക്കുന്നു. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വാർത്ത നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ജീവനക്കാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പല അർഹതയുള്ള കാലങ്ങളായിട്ട് പള്ളിയുമായിട്ട് ചേർന്ന് നിന്ന് പള്ളിക്ക് വേണ്ടി തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിട്ടുള്ള കുടുംബത്തിലെ പാവപ്പെട്ട ആളുകളെ തഴഞ്ഞുകൊണ്ട് സമ്പന്നരായ ആളുകൾക്ക് നിയമനം കൊടുത്തതായിട്ട് കുറച്ച് വാർത്തകളൊക്കെ കൂടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. കാരണം മെറിറ്റിന്റെ അടിസ്ഥാനം, കാരണം പണ്ടത്തെ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള അധ്യാപകർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്നൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സഭയുടെ പോക്ക് എങ്ങോട്ട് എന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ അത് നമുക്ക് പിന്നീട് അവസരം തരാം. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ സഭയിലെ കത്തോലിക്ക സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അത് മാർപ്പാപ്പയുമായിട്ട് തന്നെ ഇവിടുന്ന് അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടായ ഒരു തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും ഉള്ള ശേഷി പാമ്പ്ളാനി പിതാവിനുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസികളാണ് ഇനി തയ്യാറാവേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അപമാനിതരാവുകയാണ്. കത്തോലിക്ക സഭാവിശ്വാസികളാണ് അപമാനിതരാകുക. ലോകത്ത് ഒരിടത്തും സംഭവിക്കാത്ത കാര്യമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കേരളം വലിയ സാക്ഷരതയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു. കാരണം ഈ ഒരു വികാരിയച്ഛന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു കുടുംബത്തിൽ, ഒരു ഇടവകയിൽ ഒരു കുഞ്ഞ്, ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ സർവോന്മുഖമായ ജീവിത വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അപ്പൊ ഇവര് വേണം ഈ കുഞ്ഞുങ്ങളടുത്ത് എനിക്കെന്ന് പറയാം, നേർവഴിക്ക് പോകണമെന്ന് പറയേണ്ടവരാണ്, നേർവഴി കാട്ടി കൊടുക്കേണ്ടവരാണ്. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, അനുസരണം, വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് ഈ അനുസരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വൈദിക വേലയിലേക്കൊക്കെ എല്ലാവരും കടന്നു വരുന്നത്. പക്ഷേ ആ വൈദിക വേലയിൽ എത്തിയതിനു ശേഷം എങ്ങനെ ഇവർ മൂല്യശോഷണം സംഭവിക്കുന്നു, എങ്ങനെ ഇതെങ്ങനെയൊക്കെ ആവുന്നു എന്നുള്ളതാണ്. സമ്പത്തിന്റെ പിന്നാലെയുള്ള ഒരു ഇത് വിശ്വാസികൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ പ്രകോപിപ്പിക്കുകയാണ് വിശ്വാസികൾ. കാരണം അവർക്ക് എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് നമ്മുടെ കിട്ടാൻ നമ്മുടെ പള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികാരം കൊള്ളുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും, എന്തെങ്കിലും അജണ്ട ഉണ്ടാവും. കാരണം കുറച്ച് പുരോഗമനവാദികളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനായിട്ട് ഭയങ്കരമായിട്ട് ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം കേരളത്തിലെ കത്തോലിക്ക സഭ വിദ്യാഭ്യാസ മേഖലയ്ക്കും ആതുര സേവന രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. അതിനെയൊക്കെ ബലി കഴിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിമുഖ കുർബാനക്കാരെ രണ്ടാം നിരയിലേക്ക് തരം താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടൊക്കെ അവർ നിൽക്കാനും പാടില്ല. സഭയ്ക്കകത്ത് പുലരേണ്ടത് സമാധാനമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാം വളരെ ഈ നോമ്പുകാലം അവസാനിക്കുന്നതോടുകൂടി ലോകം മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ നോമ്പുകാലത്ത് ഈ കത്തോലിക്ക സഭയിലെ സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സമാധാനം പുലരും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഇതിനൊക്കെ വിലങ്ങുതടിയായിട്ട് ഇരുപക്ഷത്തും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവർ സംയമനം പാലിച്ചാൽ സഭയിൽ ഉറപ്പായിട്ടും സമാധാനം പുലരും. അത് അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാനായിട്ട് ശേഷിയുള്ള ആളുകളാണ് തട്ടിൽ പിതാവാണെങ്കിലും അതോടൊപ്പം തന്നെ പാമ്പ്ളാനി പിതാവാണെങ്കിലും നമുക്ക് നമ്മുടെ പിതാക്കന്മാരെയും അതോടൊപ്പം തന്നെ മാർപ്പാപ്പയും ഒക്കെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇടവക വികാരി ഫൊറോന വികാരിയെയും ഫൊറോന വികാരി രൂപതയിലെ പിതാവിനെയും മോൺസിഞ്ഞോറെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ആ ഒരു സിസ്റ്റത്തിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെ മറികടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാം എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാൽ അത് അവരുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇടവകയും നമ്മുടെ ഫൊറോനയും നമ്മുടെ രൂപതയും ഒക്കെ സമാധാനപൂർണ്ണത്തോടുകൂടി വിശ്വാസികൾക്ക് വന്ന് ആരാധിക്കാനുള്ള സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങളെ മലീനസമാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ലോകത്തിന് ആകമാനം മികച്ച വികാരിമാരെയും മികച്ച കന്യാസ്ത്രീകളെയും സംഭാവനകളുള്ള കേരളമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വിദേശത്ത് ഓസ്ട്രേലിയയിൽ ഒരു പള്ളിയിലേക്ക് ഒരു വികാരിയച്ഛനെ വേണമെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷിൽ കുർബാന ചൊല്ലുന്ന ആളിനെ തിരഞ്ഞെടുത്തിരുന്നത് കേരളത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ കന്യാസ്ത്രീകൾ, ഇത്രയും മികച്ച കന്യാസ്ത്രീകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എവിടെ ചെന്നാലും സ്കൂളുകളിലായാലും മറ്റ് മേഖലകളിലായാലും നഴ്സിംഗ് മേഖലയിലായാലും കന്യാസ്ത്രീകൾ. ആ കൊച്ചു കേരളത്തിലാണ് ഈ വിശ്വാസികളായ സാധുക്കൾക്ക് മനോവേദന ഉണ്ടാക്കുന്നതും വലിയൊരു സ്ട്രക്ചർ
വലിയൊരു അടിത്തറ അതിനെ തകർക്കുന്ന തരത്തിലുള്ള വളരെ ഒട്ടും ആശ്വാസ്യമല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരായാലും അത് നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും സമന്വയിച്ച് മുന്നോട്ട് പോകണം. ഈ കത്തോലിക്ക സഭയെ പോലുള്ള ഒരു സഭ ഇന്ന് കേരളത്തിൻ്റെ നല്ല ഭാരതത്തിൻ്റെ നട്ടലാണത്. അതിനെ തകർക്കാൻ വേണ്ടി ഏത് ഭാഗത്തും ശ്രമം ഉണ്ടായാലും എനിക്ക് നിരുത്സാഹപ്പെടുത്തുന്നതാണ്. എന്തായാലും ശ്രീ സിബി തോമസ് പറഞ്ഞതുപോലെ ഈ നോമ്പ് കാലത്ത് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമസ്കാരം.